കൃഷ്ണ. നമ്മളിന്ന് ഏകാദശി സ്പെഷ്യൽ ഒരു വെജിറ്റബിൾ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങയാണ് കൂടുതലായിട്ട് എടുക്കേണ്ടത്. ക്യാരറ്റ്, പിന്നെ ഒരു അരമുറി ഉരുളൻകിഴങ്ങ്, പിന്നെ പുളിക്ക് ആവശ്യമുള്ള തക്കാളി. ഇവിടെ ഞാൻ എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളത് കൊണ്ട് അരമുറി തക്കാളി എടുത്തിട്ടുള്ളൂ. ഒരു വലിയ ഉരുളൻകിഴങ്ങിൻ്റെ കാൽഭാഗം ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുള്ളൂ. മത്തങ്ങയും ക്യാരറ്റുമാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ പാൻ അടുപ്പേ വെച്ചു, കഷ്ണങ്ങളെല്ലാം ചേർത്തു, വെള്ളം ഒഴിച്ചു, നന്നായിട്ട് വേകട്ടെ. കഷ്ണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പാൻ അടുപ്പേ വെക്കുന്നു, നെയ്യ് ചേർക്കുന്നു. നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ അത് ഉപയോഗിക്കാം. സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ചേർക്കുന്നു. അതിലേക്ക് ജീരകം, ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതിനകത്തേക്ക് ചേർത്ത് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വാങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ സൂപ്പാണ്. അതിലേക്ക് മല്ലിയില ചേർക്കാം, അതുപോലെ തുളസിയിലകൾ ചേർത്ത് വേണം ഭഗവാന് നൈവേദ്യം വെക്കാനായിട്ട്. ഒരു വെജിറ്റബിൾ സൂപ്പാണ്. ഏകാദശിക്ക് കഴിക്കാം. അതുപോലെ തന്നെ പ്രായമായവർക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൂപ്പാണിത്. ഇതിനകത്ത് കോൺഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ചേർത്തിട്ടില്ല. പക്ഷേ നല്ല കൊഴുത്ത ഒരു സൂപ്പാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പച്ചക്കറികൾ കഴിക്കാത്ത ആളുകൾ പോലും വളരെ ടേസ്റ്റി ആയിട്ട് ഈ സൂപ്പ് കഴിക്കും. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് യെല്ലോ കളർ വെജിറ്റബിൾസ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം. അങ്ങനെ ഈ ഏകാദശിക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ഏകാദശിക്ക് മാത്രമല്ല, അല്ലാത്തപ്പോഴും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. എല്ലാവരോടും ഏകാദശിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ പറയണം. ഹരേ കൃഷ്ണ.